കൂട്ടുകാരെ, എന്തുണ്ട് വിശേഷം? അപ്പോൾ നമ്മൾ 2-3 ദിവസമായി കണ്ടിട്ട്. അപ്പോൾ നമ്മുടെയൊക്കെ മനസ്സിൽ ഒരു വിചാരമുണ്ട്, ഈ പൊറോട്ട ഒരു ഭീകരനാണെന്നല്ലേ. ഈ പൊറോട്ട ഒരു ഭീകരനല്ലെന്നേ. നമുക്ക് ആരുടെയും സഹായമില്ലാതെ നിഷ്പ്രയാസം ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു വിഭവമാണ് കേരള പൊറോട്ട അല്ലേ. നമുക്ക് എത്ര കഴിച്ചാലും മടുക്കാത്തൊരു ഐറ്റം ആണല്ലോ അത്, ഇനി എന്തൊക്കെ ദോഷങ്ങളുണ്ടെന്ന് പറഞ്ഞാലും. അപ്പോൾ ഈ പൊറോട്ട ഉണ്ടാക്കാനായിട്ട് ഞാൻ 1 കിലോ മൈദ മാവ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് 4 സ്പൂൺ പാല് ഒഴിച്ചു കൊടുക്കാം. 1 കിലോ മൈദമാവിലേക്ക് ഞാൻ 4 ടേബിൾ സ്പൂൺ പാല് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഞാനിതിൽ മുട്ട ചേർക്കുന്നില്ല, മുട്ട ചേർക്കാതെയാണ് ഉണ്ടാക്കുന്നത്. ഇനി അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം. ഞാൻ 1 സ്പൂൺ ഉപ്പാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇനി അതിലേക്ക് നമുക്ക് നമ്മുടെ പൊറോട്ട ഒന്ന് ക്രിസ്പിയായി കിട്ടാൻ വേണ്ടി ഒരു 1.5 സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പിന്നെ ഞാൻ മുട്ട ചേർക്കുന്നില്ലെന്ന് പറഞ്ഞല്ലോ, അതുകൊണ്ട് ഞാൻ 1 ടേബിൾ സ്പൂൺ നെയ്യ് അതിലേക്ക് ചേർത്ത് കൊടുക്കും. ഡാൽഡയൊക്കെ ചേർത്ത് കൊടുക്കാം, ഡാൽഡയൊക്കെ ഉണ്ടെങ്കിൽ ഡാൽഡ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇനി ഇത് നന്നായിട്ട് നമുക്ക് കൈ കൊണ്ടൊന്ന് മിക്സ് ചെയ്ത് ചേർക്കാം. മിക്സ് ചെയ്ത് ചേർത്തതിന് ശേഷം നമുക്കതിലേക്ക് കുറച്ച് അളവിൽ ചെറിയ അളവിൽ വെള്ളം കുറേശ്ശെയായിട്ട് ഒഴിച്ചു കൊടുക്കണം. ഒരുപാട് വെള്ളം ഒരുമിച്ച് കോരി ഒഴിച്ചു കഴിഞ്ഞാൽ മാവ് ഉണ്ട കെട്ടിപ്പോവും, നമുക്ക് ഉദ്ദേശിക്കുന്ന രീതിയിൽ അത് കുഴച്ചെടുക്കാനായിട്ട് സാധിക്കില്ല. അപ്പോൾ ചെറുകെ നനച്ചെടുക്കണം നമുക്ക്. അപ്പോൾ അങ്ങനെ നനച്ചെടുത്തപ്പോൾ എനിക്ക് 1.5 ഗ്ലാസ് വെള്ളമാണ് ഈ മാവ് നനയ്ക്കാനായിട്ട് വേണ്ടി വന്നത്. അത് ഓരോരുത്തരുടെയും ഗ്ലാസിൻ്റെ വലിപ്പം അനുസരിച്ചിരിക്കും. എനിക്ക് 1.5 ഗ്ലാസ് വേണ്ടി വന്നു. അപ്പോൾ അത് കുറേശ്ശെ ഒഴിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. അങ്ങനെ കുറേശ്ശെ ഒഴിച്ച് ചെറുകെ ഇങ്ങനെ കുഴച്ച് എല്ലായിടത്തും ആ നനവ് നമ്മുടെ കൈ കൊണ്ട് തന്നെ എത്തിച്ച് ഇങ്ങനെ വേണം മാവ് കുഴിക്കാനായിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കാൻ. അപ്പം നമുക്കിനി അതൊന്ന് നന്നായിട്ട് കുഴച്ചെടുക്കാം. ഈ മാവ് കുഴിക്കുന്നതേ ഉള്ളൂ ഞാൻ നോക്കിയിട്ട് ഇതിനകത്തൊരു ഇത്തിരിയെങ്കിലും ഒരു സ്ട്രെയിൻ നമുക്ക് വേണ്ടി വരുന്നത്. അല്ലാതെ നമുക്ക് വളരെ എളുപ്പത്തിൽ ചപ്പാത്തി ഉണ്ടാക്കുന്ന ലാഘവത്തോടെ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു വിഭവമാണ് പൊറോട്ട. അപ്പോൾ ഇനി ഇതിലേക്ക് ഞാനൊരു 4 സ്പൂൺ എണ്ണ, ഞാൻ വെജിറ്റബിൾ ഓയിലാണ്, സൺഫ്ലവർ ഓയിലാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് നമുക്ക് ഈ മാവൊന്ന് മയപ്പെടുത്തി എടുക്കണം. ഏകദേശം ഒരു 15 മിനിറ്റ് സമയം ഈ മാവ് കുഴച്ചെടുക്കണം. കണ്ടോ, ഈ പരുവത്തിലാക്കി എടുക്കണം. അപ്പോൾ ഇത് നമുക്ക് ആ പാത്രത്തിൽ വെച്ച് തന്നെ നമ്മുടെ കൈകൊണ്ട് തന്നെ മെതിച്ചെടുക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ ഈ ഗ്രാനൈറ്റിലേക്ക് ഇങ്ങനെ നമ്മൾ ഈ ബോൾ എടുത്തിങ്ങനെ എറിഞ്ഞ് തുണി അലക്കുന്ന പോലെ അങ്ങനെ വീശി എറിയാനല്ല, അങ്ങനെ ഈ മാവ് എടുത്ത് ഉയർത്തി താഴോട്ടിടുന്നു, വീണ്ടും ഉയർത്തുന്നു, താഴോട്ടിടുന്നു, അങ്ങനെ വേണമെങ്കിൽ മയപ്പെടുത്തിയെടുക്കാം. പിന്നെ അല്ലാതെ ഈ കയ്യിൽ വെച്ച് ഞാൻ മുമ്പേ കാണിച്ച പോലെ ഇങ്ങനെ തിരിച്ചെടുത്ത് മയപ്പെടുത്തിയെടുക്കാം. എന്തായാലും ഒരു 15 മിനിറ്റ് സമയം ആ മാവ് കുഴച്ചെടുക്കാനായിട്ട് വേണം. ഇനി നമുക്ക് ആ പാത്രത്തിലേക്ക് ഇത്തിരി എണ്ണ തടവി കൊടുക്കാം. ആ പാത്രത്തിലേക്ക് വേണം നമുക്ക് ഈ മാവ് വെച്ച് കൊടുക്കുക. അപ്പോൾ 2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം. അപ്പോൾ അതുകൊണ്ട് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടി ഇനി ആ മാവിൻ്റെ പുറത്തേക്ക് നമുക്ക് ആവശ്യത്തിന് കുറച്ചൊരു എണ്ണ ഒന്ന് തടവി കൊടുക്കാം. നന്നായിട്ട് എണ്ണ തടവി കൊടുത്തു, പാത്രത്തിലും മാവിലും എണ്ണ തടവി കൊടുത്തു. ഇനി നമുക്കൊരു നനഞ്ഞ തുണി വേണം. ഒരു നല്ല തുണി നനച്ചെടുത്ത് ഈ പാത്രം മൂടി വെക്കാം. മാവ് മൂടി വെക്കണ്ട, പാത്രത്തിൻ്റെ പുറത്തിട്ടാൽ മതി തുണി. ഉണ്ടോ? അപ്പോൾ 2 മണിക്കൂർ ഇനി അവരെ ശല്യപ്പെടുത്തേണ്ട, അവരവിടെ ഇരുന്നോട്ട്. 2 മണിക്കൂറിന് ശേഷം നോക്കിയേ, ആ വെച്ച മാവ് ഒന്ന് പൊങ്ങി വരും, നല്ല സോഫ്റ്റായിട്ട് വരും. കണ്ടോ, കയ്യിലെടുക്കുമ്പം തന്നെ ഇങ്ങനെ താഴേക്ക് പോകുന്ന രീതിയിലേക്ക് നല്ല സോഫ്റ്റായിട്ട് മാറും. കണ്ടോ, അങ്ങനെ കണ്ടോ, ഇതാ മാവ് പരുവാണെന്നുള്ളതിൻ്റെ ലക്ഷണമാണ്. കണ്ടോ, ഇത്ര സോഫ്റ്റാക്കി എടുക്കാം. ഇനി നമുക്കിത് എവിടെ വെച്ചാണോ നമ്മൾ ഉണ്ടാക്കാൻ നോക്കുന്നത്, അപ്പോൾ ആ ടേബിൾ ടോപ്പ് ആണെങ്കിൽ അവിടെ, അതല്ല ഗ്രാനൈറ്റ് സ്ലാബിൻ്റെ മുകളിലാണെങ്കിൽ, എപ്പോഴും സ്ലാബിൻ്റെ മുകളിലുള്ള ഗ്രാനൈറ്റിലാണ് നല്ലത്. അപ്പോൾ അവിടെ ഇത്തിരി എണ്ണ തടവി കൊടുത്തിട്ട് നമുക്ക് ഈ മാവ് ഒന്ന് ഒതുക്കിയെടുക്കണം. നമ്മുടെ മാവ് നല്ല സോഫ്റ്റായിട്ടിരിക്കുകയാണ്. അപ്പോൾ അതവിടെ ഇട്ട് നമുക്കൊന്ന് ഒതുക്കി ഒന്ന് റോൾ ചെയ്തെടുക്കാം. റോൾ ചെയ്തെടുത്തിട്ട് അതിനെ നമുക്ക് ചെറിയ പീസുകളാക്കി കട്ട് ചെയ്തെടുക്കാം. അത് വലിയ പൊറോട്ടയാണ് വേണ്ടതെങ്കിൽ ഇത്തിരി വലിയ പീസ് എടുക്കുക. അതല്ല ചെറിയ പൊറോട്ടയാണെങ്കിൽ ചെറിയ ബോൾ മതി. അപ്പോൾ ഈ കട്ട് ചെയ്ത മാവിനെ നമ്മൾ ചെറിയ ബോൾസാക്കി മാറ്റും. അപ്പോൾ വലിയ പൊറോട്ട വേണ്ടവർ ഇത്തിരി വലിയ പീസായിട്ട് മാവ്, ഞാനിവിടെ ചെറിയ പൊറോട്ടയാണ് ഉണ്ടാക്കുന്നത്, അതുകൊണ്ട് ചെറിയ കണ്ടോ, ഇങ്ങനെ ആ മാവിനെ നമ്മളിങ്ങനെ ബോളാക്കി എടുക്കുക. അത് കയ്യിൽ വെച്ച് നമ്മൾ ഈ ചപ്പാത്തി മാവ് ഉരുട്ടുന്ന പോലെ ഉരുട്ടിയെടുത്താൽ മതി. അതല്ലെങ്കിൽ ഇങ്ങനെ കയ്യിൽ വെച്ചിട്ട് ഈ തള്ളവിരൽ കൊണ്ട് അകത്തേക്കാക്കി ഇങ്ങനെ ബലൂൺ പോലെ ആക്കി അങ്ങനെയും എടുക്കുക. അത് എങ്ങനെ എടുത്താലും കുഴപ്പമില്ല, ചെറിയ ബോളുകളാക്കി മാറ്റി വെക്കാം.
1 കിലോ മൈദ മാവ് കൊണ്ട് നമുക്ക് 28 മുതൽ 30 വരെ പൊറോട്ട ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും. 28 മുതൽ 30 പൊറോട്ട വരെ ഉണ്ടാക്കിയെടുക്കാം. നമുക്ക് സാധാരണ നമുക്കൊന്ന് പൊറോട്ട കഴിക്കണമെങ്കിൽ നമ്മൾ ഓടി ഏതെങ്കിലും റെസ്റ്റോറൻറ്റുകളിലേക്ക് പോയില്ലേ. ഇനിയിപ്പോൾ അങ്ങനെ ഒന്നും ഓടണ്ട. നമ്മുടെ വീടുകളിലായാലും നമുക്കായാലും മക്കൾക്കായാലും ഒക്കെ എത്ര കഴിച്ചാലും മലയാളിയുടെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു ആഹാരമാണ് കേരള പൊറോട്ട. കേരള പൊറോട്ടയ്ക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണെന്നാണ് പറയുന്നത്. മറ്റ് നാടുകളിലൊക്കെ ചെന്നാൽ ഈ പൊറോട്ട കിട്ടുമെങ്കിലും കേരള പൊറോട്ടയ്ക്ക് ഒരു രുചിയാണ്. കണ്ടോ, ഇങ്ങനെ ഉരുട്ടി വെക്കാം. ഇനി അത് നമുക്കൊരു 10 മിനിറ്റ് ഇതുപോലെ നനഞ്ഞ തുണി വെച്ച് നമുക്കത് ഒന്ന് മൂടി വെക്കാം. ഒരു 10 മിനിറ്റ് അതവിടെ ഇരിക്കട്ടെ. ഒരു സമയം ഉള്ളതുകൊണ്ട് നമുക്ക് ഇടയ്ക്കൊക്കെ നമുക്കൊരു ജോലി ഒന്നുമില്ല. നമുക്ക് മറ്റ് ജോലിയോടൊപ്പം തന്നെ ഇതും നടന്നു പോയിക്കോളും. വളരെ എളുപ്പമാണ്. അപ്പോൾ ഇനി ആ 10 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഓരോ ബോളും എടുത്ത് കണ്ടോ, നമ്മുടെ ആ കൈപ്പത്തി വെച്ച് ഇങ്ങനെ ആക്കി കൊടുക്കുമ്പം തന്നെ അതിങ്ങനെ റൗണ്ടായിക്കൊണ്ടിരിക്കും. കണ്ടോ, ഇത്തിരി കീറുകയൊക്കെ ചെയ്യാം, അത് കുഴപ്പമില്ല. നമ്മൾ കട്ട് ചെയ്തെടുക്കാനുള്ളതല്ലേ. കീറാതെ ഇത്തിരി വലിയ ബോളാണെങ്കിൽ ഇത് കീറാതെ തന്നെ എടുക്കാൻ പറ്റും. ഇത് ചെറിയ ബോളാണെന്ന് ഞാൻ പറഞ്ഞല്ലോ, ചെറിയ പൊറോട്ടയാണ്, ചെറിയ ബോളാണ്. അപ്പോൾ കുറച്ച് മാവേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെ പരത്തുമ്പം സ്വാഭാവികമാണ് അത് ഇത്തിരി കീറും. എന്നിട്ട് ഇത് നമുക്ക് മാക്സിമം അത് പരത്തിയെടുത്തിട്ട് നമുക്കിങ്ങനെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇത് ലെയറായിട്ട് കിട്ടുന്നതിന് വേണ്ടിയാണ്. കടകളിലൊക്കെ വീശി അടിച്ചല്ലേ പൊറോട്ട ഉണ്ടാക്കുന്നത്, അപ്പോഴാണ് നല്ല ലെയർഡ് പൊറോട്ട കിട്ടുന്നതെന്ന്. പക്ഷേ നോക്കി, ഞാൻ എൻ്റെ ഈ ചാനലിൽ തന്നെ വീശി അടിക്കുന്ന പൊറോട്ടയുടെ റെസിപ്പിയും ഇട്ടിട്ടുണ്ട്. പക്ഷേ എനിക്കത് വീശി അടിക്കാൻ എനിക്കറിയില്ല. പൊറോട്ട മാവ് അങ്ങനെ വീശിയാൽ എനിക്കതറിയില്ല. അത് എൻ്റെ ഹസ്ബൻഡാണ് ആ പൊറോട്ട വീശി തരുന്നത്. അപ്പോൾ ഇതിപ്പം ആരുടെയും സഹായം ഇല്ലാതൊന്നും ഉണ്ടാക്കണമെന്നുള്ള ഒരു ഇതിൽ നിന്നാണ് ഞാൻ ഒരു ഹിന്ദി ചാനലിൽ കണ്ടതാണ്. അപ്പോൾ ഇത് മലയാളത്തിൽ ഒരുപാട് പേര് ചെയ്തിടുന്നുണ്ട്. അപ്പോൾ ഞാൻ ചെയ്തു, അത് ഞാനൊന്ന് എടുത്ത് എൻ്റേതായിട്ടുള്ള ചെറിയ മാറ്റങ്ങൾ വരുത്തി ചെയ്തു എന്ന് മാത്രം. അപ്പോൾ അങ്ങനെ ഓരോ ബോളുകളും നമ്മുടെ ആ കൈപ്പത്തിയുടെ താഴെ വെച്ച് ഇങ്ങനെ റോൾ ചെയ്ത് കൊടുത്ത് അങ്ങനെ പരത്തി മാക്സിമം പരത്തിയെടുക്കണം. എന്നാലേ നമുക്ക് പൊറോട്ട സോഫ്റ്റ് ആയിരിക്കത്തുള്ളൂ കേട്ടോ. കാരണം കട്ടിയായിരുന്നാൽ ആ മാവ് കട്ടിക്ക് വെച്ച് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ പൊറോട്ടയ്ക്ക് കട്ടിയായിരിക്കും. എത്രത്തോളം മാവിന് നല്ല വലിഞ്ഞ് കിട്ടും ഈ മാവ് ഇത്രയും സമയം ആകുമ്പോഴത്തേക്ക്. അല്ലെങ്കിലും മൈദ മാവല്ലേ, ഉണ്ടോ, വലിയതൊന്നുമില്ല. ജസ്റ്റ് ഇങ്ങനെ ഒന്ന് കൈ തൊടുമ്പം തന്നെ ഈ മാവ് ഇങ്ങനെ വലിഞ്ഞ് മാക്സിമം പരത്തിയെടുക്കുക. എത്രത്തോളം നമുക്ക് ആ മാവ് പരത്തിയെടുക്കാൻ പറ്റും അത്രത്തോളം പരത്തിയെടുക്കാം. അത്രത്തോളം പരത്തിയെടുത്തിട്ട് വേണം നമുക്ക് കട്ട് ചെയ്യാൻ. മാവ് നമ്മൾ എത്രത്തോളം പരന്നോ അന്നേരം അതിൻ്റെ അകത്ത് ഇങ്ങനെ കണ്ടോ കീറി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അതൊന്നും കുഴപ്പമില്ല. എന്നിട്ട് കത്തി വെച്ച് അതിങ്ങനെ വരഞ്ഞിട്ട് അതങ്ങ് ഒരുമിച്ചാക്കി എടുക്കുക. അല്ലെങ്കിൽ 2 സൈഡിൽ നിന്നും അങ്ങോട്ട് ഉണ്ടോ ഇങ്ങനെ ആക്കി കൊടുക്കാം. അതല്ലെങ്കിൽ ഇത് ഓരോന്നായിട്ട് നമുക്കിങ്ങനെ എടുത്ത് ചേർത്ത് വെച്ചാലും മതി. എന്താണെന്ന് വെച്ചാൽ അത് അവനവൻ്റെ യുക്തി. കണ്ടോ, ഇതങ്ങനെ എടുക്കണുണ്ടോ, ഇങ്ങനെ വരും. ഇതാണ് ലെയറുകളായിട്ട് നമുക്ക് പൊറോട്ട ലെയറാവുന്നത് ഇങ്ങനെയാണ്. ഇനി ഇതൊന്നുകൂടെ ഒന്ന് വലിച്ചിട്ട് അതങ്ങ് റോൾ ചെയ്ത് വെക്കാം. എല്ലാ മാവും നമുക്കിങ്ങനെ, ഞാനത് നിങ്ങൾക്ക് പരത്തുന്നതിനൊരു വശം കിട്ടാൻ വേണ്ടിയാണ് ഒരു 3-4 എണ്ണം പരത്തുന്നത് ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങളൊന്ന് ആവശ്യമുണ്ടെങ്കിൽ ഒന്ന് കണ്ടോളൂ, അല്ലെങ്കിൽ സ്കിപ്പ് ചെയ്ത് വിടാം. നമുക്ക് കയ്യിലെടുക്കുമ്പോൾ തന്നെ അറിയാം ഭയങ്കര സോഫ്റ്റാണല്ലോ. ഇങ്ങനെ എടുക്കാൻ പറ്റും. അത് ആ മാവ് പരുവാണെന്നുള്ളതിൻ്റെ ലക്ഷണങ്ങളാണ്. അപ്പോൾ അതിങ്ങനെ എടുക്കുമ്പോൾ നമ്മുടെ കയ്യിലത് എങ്ങൊട്ടാതെ വരും. രണ്ട് സൈഡിൽ നിന്നും ഇങ്ങനെ അങ്ങോട്ടാക്കി കൊടുത്തിട്ട് ഇങ്ങനെ അങ്ങ് എടുത്തണ്ട. അത് കണ്ടോ, നല്ലപോലെ എണ്ണ നമ്മുടെ ആ ടോപ്പിൽ എണ്ണ തടവി കൊടുക്കണം. ഗ്രാനൈറ്റ് ആയാലും ടേബിൾ ടോപ്പ് ആയാലും അല്ലാതെ ബോർഡ് വെച്ചാണ് ഉണ്ടാക്കുന്നെങ്കിലും ഒക്കെ നമ്മൾ എണ്ണ നന്നായിട്ട് തടവി കൊടുക്കണം. ഇങ്ങനെ ഓരോന്നും റോൾ ചെയ്ത് നമുക്ക് മാറ്റി വെക്കാം. എന്നിട്ട് അത് റെസ്റ്റ് ചെയ്യാനൊന്നും സമയം വേണ്ട, അത് റോൾ ചെയ്യുന്ന ഒരു സമയം മാത്രമേ ഉള്ളൂ. എന്നിട്ട് നമുക്കത് ഓരോന്നായിട്ട് പരത്തിയെടുക്കാം. അപ്പോൾ അത് ഈ പറയുന്ന പോലെ കൈപ്പത്തിയുടെ ചെവിട് വെച്ചിങ്ങനെ പരത്തിയെടുത്തിട്ട് കല്ലിൽ വെച്ച് നമുക്ക് ചുട്ടെടുക്കാം.
എല്ലാം അങ്ങനെ പരത്തിയെടുത്ത് ഇത് നമ്മുടെ പത്തിരിക്കല്ലാണ്. അപ്പോൾ പത്തിരിക്കല്ലിൽ നന്നായിട്ട് എണ്ണ തടവി കൊടുക്കണം. എന്നിട്ട് ഇതിലൊരു 3 പത്തിരിയൊക്കെ വെച്ചിടാം. വലിയ ഒരു 5 എണ്ണമൊക്കെ ആണെങ്കിൽ നമുക്കിത് ഒതുക്കി എടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ എൻ്റെ കല്ലിലൊരു 3 എണ്ണ ഇടാൻ പറ്റും. ചൂടോടെ ഒതുക്കിയെടുക്കണം, ചൂടോടെ വേണം അത് ഒതുക്കിയെടുക്കാൻ ലാസ്റ്റിൽ. ഞാനിപ്പോൾ ഈ കല്ലിലൊരു 3 എണ്ണം വെച്ചപ്പോൾ നന്നായിട്ട് എണ്ണ തടവി കൊടുക്കണം. ഇതിൻ്റെ മുകളിലേക്കും നന്നായിട്ട് എണ്ണ ഒഴിച്ചു കൊടുക്കണം. ഇതെല്ലാം ഞാൻ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. നമ്മുടെ പത്തിരി നമുക്ക് റെഡിയായി. ഇത്രയേ ഉള്ളൂ. നമ്മുടെ മക്കളൊക്കെ ഇനിയിപ്പോൾ എന്നും ഉണ്ടാക്കാൻ നിൽക്കേണ്ട, വല്ലപ്പോഴുമെങ്കിലും അവർക്കൊരു ആഗ്രഹം തോന്നിയാൽ നമ്മൾ ഓടി ഇനി എങ്ങോട്ടും പോകണ്ട, ഇപ്പം ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞിട്ട് നമുക്ക് അവർക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും. ഉണ്ടോ 3 എണ്ണം. ഈ 3 എണ്ണം വെച്ചിട്ട് എനിക്കിപ്പോൾ അത് കാരണം 5 എണ്ണം നമുക്ക് ഒരുമിച്ച് നമ്മുടെ വീടല്ലേ ഉണ്ടോ. ഇനി ഇത് നമ്മൾ ആ ടേബിൾ ടോപ്പിലോട്ട് തന്നെ ഇട്ട് ഇത്തിരി നമ്മുടെ കയ്യിൽ രണ്ടിലും എണ്ണ നന്നായിട്ട് തടവണം. എന്നിട്ട് ഇതൊന്ന് ഒതുക്കിയെടുക്കണം. അത് ഇത്തിരി പാടാണ്, കാരണം ചൂടോടെ വേണം അത് ഒതുക്കിയെടുക്കാൻ. ഇങ്ങനെ ഒതുക്കിയെടുക്കുമ്പോഴാണിത് ശരിക്കും ലെയറായിട്ട് വന്നിട്ടുണ്ടോ. നല്ല ലെയർ, നല്ല സോഫ്റ്റാണ്. നല്ല സോഫ്റ്റായിട്ടുള്ള നല്ല അടിപൊളി പത്തിരിയാണ് ഞാൻ ചുട്ടെടുത്തിരിക്കുന്നത്. കണ്ടോ, ഇതുപോലെ നമുക്ക് എല്ലാവർക്കും ഉണ്ടാക്കി നോക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ഇതേ രീതിയിൽ വീട്ടിൽ പൊറോട്ട ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ എൻ്റെ റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ കൂട്ടുകാർക്കായിട്ട് ഷെയർ ചെയ്ത് കൊടുക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത വിഭവമായി വരുന്നത് വരെ താങ്ക് യു. ബൈ ബൈ.